ഇനി ഇവിടെ ആറ്റുകാൽ അമ്മയുടെ പാട്ടുമായി ഇവിടെ കടന്നു വരുന്നു നമ്മുടെ സ്വന്തം സെബക്കുട്ടി. ഹലോ. ഹായ് സെബക്കുട്ടി, എന്തോ സർ? ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. പൊങ്കാല കഴിഞ്ഞു. ഇന്ന് ഏത് പാട്ടാണ് സമർപ്പണം? പൊങ്കാല പൊങ്കാല. അത് ശരി. അത് ആൽബം അല്ലേ? അത് ആ. ആൽബത്തിന്റെ പേരെന്താ? ആറ്റുകാൽ ദേവി അമ്മ. മ്യൂസിക് എം ജയചന്ദ്രൻ സാർ. ആ. ലിറിക്സ് കൈതപ്പുറം സാർ. ആ. പാടിയത് സുജാത മാം. വർഷം 2008. എന്തായാലും നല്ലൊരു പാട്ടാണിത് കേട്ടോ. അതെ. നല്ല സെലക്ഷൻ ആണ്. അപ്പൊ ഓൾ ദ ബെസ്റ്റ് മോളെ. All the best. സെബാ മുൻ. ഓൾ ദി ബെസ്റ്റ്. All the best. പൊങ്കാല പൊങ്കാല ആറ്റുകാൽ പൊങ്കാല ആയിരം മൺകലത്തിൽ നമ്പല പൊങ്കാല
ആറ്റുകാലമ്മേ ശരണം. നീതു. അതെ, നീതു. ആ, ആക്ട്രസ് ആണ്, ഡാൻസർ ആണ്. പിന്നെ സീരിയലുണ്ടോ? ഞാൻ ഫ്ലവേഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ചക്കപ്പഴത്തിൽ ഉപ്പും മുളകിലും. ഓ, അത് ശരി ശരി. നല്ല ഇങ്ങനെ combination വന്നപ്പോഴേ പെട്ടെന്ന് മനസ്സിലായില്ല. മറ്റേ സാധാരണ ചക്കപ്പഴത്തിലൊക്കെ വരുന്ന വേഷത്തിൽ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിയിട്ടു. ഇത് ആറ്റുകാലമ്മയായിട്ടല്ലേ വന്നത്? അതെ. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. സത്യം. ഭയങ്കര ഫീൽ ആയിരുന്നു കേട്ടോ. പറയില്ല. താങ്ക് യു, താങ്ക് യു. എന്തായാലും ഈ പാട്ട് പാടി അതിന്റെ ക്ലൈമാക്സില് മണിനാദവും ശംഖും ഇതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ദേവിയായിട്ട് വരുന്ന കാണുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഒരു ഇമ്പാക്ട്. കാരണം ഈ 12K വിസ്താരം മുഴുവൻ ആറ്റുകാലമ്മ തന്നെ, പിന്നെ താഴെ മുഴുവൻ പൊങ്കാല, പിന്നെ മോള് പാടുകയും എന്ന് വേണ്ട നമ്മുടെ ഓർക്കസ്ട്രയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് നമുക്ക് എന്തോ ചെയ്യണമെന്ന് എണ്ണീക്കണോ അതോ ഇരിക്കണോ എന്നൊക്കെ അങ്ങനെ ഒരു കൺഫ്യൂഷനായിപ്പോയി. ഇന്ന് പൊങ്കാലയാണ്. ഈ പൊങ്കാലയിട്ട എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഒരുപാട് 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 ആശംസകൾ. കാരണം ദേവിയുടെ എല്ലാ അനുഗ്രഹവും, ആറ്റുകാലമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. എല്ലാവർക്കും ദേവിയുടെ ഇവിടെ തന്നെ നിന്നാ നമുക്ക് എത്ര നേരം വേണേലും നിൽക്കാൻ പറ്റും. നമ്മള് ആറ്റുകാലം എത്തിയ പോലെ അവിടെ എത്തിയൊരു ഫീലുണ്ട്. എത്തിയൊരു ഫീലാണ് ശരിക്കും. അതെ. പിന്നെ ആർട്ട് ഒരു രക്ഷയില്ല. അതെ, ഇവരൊരു ജഗ കില്ലാടികളാണ്. കാരണം ഞാൻ ഒരുപാട് ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ചാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇതേ നോക്കി ചെയ്തു വെച്ചിരിക്കുന്ന ആ അമ്പലം, അതിന്റെ നട തന്നെ എത്രയോ വർഷം ഞാൻ തൊഴുതാണ്. ഞാൻ ട്രിവാൻഡ്രം അല്ലായിരുന്നു എത്രയോ വർഷം. വെരി പവർഫുൾ ദേവിയാണ് ആറ്റുകാലമ്മ എൻ്റെ അനുഭവത്തിൽ. ആറ്റുകാൽ അമ്മയെ കുറിച്ച് പറയുമ്പോൾ എനിക്കൊരു അനുഭവമുള്ള കാര്യം പറയാം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ തുടക്കം ബാല്യകാലം തൊട്ട് ആറ്റുകാലിൽ പോയി തൊഴുന്ന ഒരു ഭക്തനാണ്. അപ്പോൾ അന്ന് ആറ്റുകാലമ്മയുടെ ഒരു രൂപം കൊത്തിയെടുക്കണം. ആറ്റുകാലമ്മയുടെ പ്രതിഷ്ഠ പഞ്ചലോകമാണ്. അപ്പം അതുപോലൊരു ചെറിയ വിഗ്രഹം നമുക്ക് വേണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് അത് ചെയ്ത ആളിനെ കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഞങ്ങളത് വീട്ടിൽ ചെയ്യിച്ച്. ഞങ്ങളുടെ വീട്ടിൽ പൂജാമുറിയുണ്ട് ട്രിവാൻഡ്രത്ത്, വലിയ പൂജാമുറിയുണ്ട്. അവിടെ വെച്ചു. അവിടെ വെച്ചിട്ട് ഞങ്ങൾ പോകുന്നിടത്ത് എല്ലാം കൊണ്ടുപോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് പോയാൽ പൂജിക്കാൻ പറ്റില്ലല്ലോ. അന്ന് എവിടൊക്കെ പോവോ അവിടെ എല്ലാം കൊണ്ടുപോയിട്ട് ഹോട്ടലിലാണെങ്കിൽ ഹോട്ടലിലൊരു അലമാര ശുദ്ധീകരിച്ചിട്ട് എന്നതൊക്കെ വെച്ച് പൂജിച്ച് അവസാനം കേശവൻ നമ്പൂരി എന്ന് പറഞ്ഞ ആറ്റുകാലിൽ ഇപ്പം റിട്ടയർ ആയോ എന്തോ അദ്ദേഹം കാണോ അവിടെ ഉണ്ട്. അദ്ദേഹം വന്ന് പൂജ ചെയ്യാൻ നോക്കിയപ്പം അദ്ദേഹത്തിൻ്റെ മണി പൊട്ടിപ്പോയി. കാരണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു പ്രശ്നം വെച്ചപ്പോഴത്തേക്ക് അതിന് ജീവൻ വെച്ചു. ആ ആറ്റുകാലമ്മയുടെ ആ കൊത്തിയ ആളും എല്ലാം സെയിം വന്നു അല്ലേ. അപ്പം എന്തെങ്കിലും ഒരു വ്യത്യാസം അതിനകത്തുണ്ടെങ്കിൽ പോലും അതേ രൂപത്തിൽ അത് കൊത്തിത്തരില്ല, ആ ബിംബം തീർത്ത് തരില്ല. പക്ഷെ എങ്കിലും ഈ പ്രാർത്ഥന ഇതെല്ലാം കൊണ്ട് ഈ തിരുമേനിയാണ് എപ്പോഴും വന്ന് വീട്ടിൽ വന്ന് പൂജ ചെയ്യുന്നത്. അത് വീട്ടിൽ ഇനി വെക്കാൻ പറ്റില്ല. അവസാനം തിരുമേനിക്ക് കൊടുത്തു. അത് കേശവൻ നമ്പൂരിക്ക് നമ്മൾ കൊടുത്തു എന്ന് നിങ്ങൾ വെച്ചു. കാരണം ടെൻഷനാവുണ്ടല്ലോ. അത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചതിന് ശേഷം അദ്ദേഹം ഉയർച്ചയുടെ എന്താണ് അങ്ങ് ഉപരിതലങ്ങളിലെത്തിയിട്ട് ഇപ്പോൾ അദ്ദേഹം വലിയൊരു അവിടുത്തെ ഏറ്റവും ഒരു പ്രമാണിയായിട്ട് കരമനയുണ്ട് ഇപ്പോഴും. അപ്പോൾ ആറ്റുകാലമ്മയുടെ ശക്തി ആലോചിച്ചോണം. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലല്ല. അപ്പൊ എന്തായാലും നീതു ഒരു പാട്ടില് സബക്കുട്ടിക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ദേവിയായിട്ട് വിളിച്ചപ്പോ തന്നെ ഓടി വന്ന ആ മനസ്സിന് നമ്മളെ പ്രത്യേകിച്ച് താങ്ക്സ് പറയേണ്ട കാര്യമില്ല. ഭഗവതിയുടെ തന്നെ അല്ലെ, ദേവിയുടെ തന്നെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. കാരണം ഈ ഒരു കുറച്ച് നേരത്തേക്ക് ഇത്ര കഷ്ടപ്പെട്ട് ഡ്രസ്സ് ചെയ്ത് ഇതിനു വേണ്ടി വന്നല്ലോ. സെബയുടെ ആരോ ആണെന്ന് തോന്നുന്നു നിങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്നത്. ഒത്തിരി താങ്ക്സ് സോ മച്ച്. ബിക്കോസ് എനിക്ക് ഫ്ലവേഴ്സിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആക്ടിങ്ങിൽ കിട്ടിയത് ഫ്ലവേഴ്സ് ത്രൂ ആണ്. ആൻഡ് ഓൾസോ മ്യൂസിക്കൽ വൈഫിലും ഞാൻ വന്നിട്ടുണ്ട് പെർഫോം ചെയ്യാൻ. അപ്പോൾ നന്ദന, രാജശേഖരൻ രണ്ടുപേരും ദേ ഹാവ് സപ്പോർട്ടഡ് മീ സോ മച്ച്. സോ ചെറുതായിട്ട് വിളിക്കുമ്പോഴെങ്കിലും എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. സോ താങ്ക് യു സോ മച്ച്. സെബകുട്ടി, മോള് നന്നായിട്ട് പാടി. പക്ഷെ കുറച്ച് പ്രശ്നങ്ങൾ പല സ്ഥലങ്ങളിലുണ്ട്. അതായത് പൊങ്കാല റിപ്പീറ്റ് വന്നില്ലേ, അതൊന്ന് പാടാമോ? അത് ക്ലാരിറ്റി വേണം മോളെ. കറക്റ്റ്. ഇതുപോലെ എല്ലായിടത്തും വരണം. പിന്നെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ രാവിന്റെ പാൽത്തിങ്കൽ, അതൊന്ന് പാടിക്കും. നോട്ട് നോട്ട് പാൽക്കലത്തില് കറക്റ്റാണ്. ഇത് സ്പീഡിൽ വരുമ്പോൾ മോൾക്ക് ആ നൊട്ടേഷൻസ് അങ്ങ് മാറിപ്പോകും. മോള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ പാടി വന്നപ്പോഴത്തേക്ക് മറ്റേ ഇടയ്ക്ക് വിട്ടത് പോട്ടെ, അതൊന്നും സാരമില്ല കേട്ടോ. പക്ഷെ പാടുന്ന കാര്യങ്ങൾ അത് കൃത്യമായിരിക്കണം. അപ്പൊ ഇതെപ്പോഴും
സ്ലോ ആയിട്ട് പാടി പഠിച്ച് പതുക്കെ സ്പീഡാക്കിയിരുന്നെങ്കിൽ പെട്ടെന്ന് വന്നേനെ. അപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ളം കയ്യിൽ ഞാൻ നിൽക്കും, എടുത്തു വെച്ച അമ്മാനമാണ്. സെബാമോണ്ട് എടുത്ത കളി. സെബക്കുട്ടി നന്നായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സെബക്കുട്ടി, എന്ത് സർ? സെബക്കുട്ടിയുടെ ഈ പാട്ടും ഇവിടെ ഉണ്ടായിരുന്ന ഡാൻസേഴ്സും ആ ദേവി ഇറങ്ങി വന്നതും ഈ 12K വിസ്താരയിലുള്ള ഈ ദേവിയുടെ പടങ്ങളും എല്ലാം കണ്ടപ്പോൾ ശരിക്കും അവിടെ എത്തിയ പോലെ തന്നെ ആ പാട്ടിൽ നല്ലൊരു ഭക്തിരസവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല ശബ്ദമാണ്, ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. പിന്നെ ഇപ്പോൾ ശ്രീകുട്ടനങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾ അതൊക്കെ തന്നെയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയിൽ അവസാനം മറന്നുപോയി. എന്താ മറന്നുപോയേ? അത് പെട്ടെന്ന് എല്ലാതും കൂടെ ആലോചിച്ചിട്ട് എന്താ ആലോചിച്ചു? ലാസ്റ്റ് ഇങ്ങോട്ട് നീങ്ങണോ? അത് ശരി, അതാണ് കൺഫ്യൂഷൻ. ഇങ്ങോട്ട് നീങ്ങണോ അങ്ങോട്ട് നീങ്ങണോ എല്ലാം വന്നിട്ട് ലാസ്റ്റ് ഒരു ഒറ്റ വരി മാത്രം പറഞ്ഞു. എനിക്കൊന്നും അതല്ല, ഞങ്ങളെല്ലാം ഇവിടെ കൈയടിച്ച് ഭയങ്കര അങ്ങനെ എന്തൊക്കെയോ അല്ലല്ല അവിടെ അല്ല ദേവി ഇറങ്ങി വരുന്ന അവൾ അങ്ങോട്ട് നീ അത് പെട്ടെന്ന് ആ സമയം അത് ആലോചിച്ചു പോയി. അപ്പൊ വരികളെ വിട്ടുപോയി. സാരില്ല, അത് സ്വാഭാവികം. ബാക്കിയുള്ള പല ഭാഗങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പിന്നെ ഈ കോസ്റ്റ്യൂം അതിനെ പറ്റി പറയാനില്ല, അടിപൊളി, ഉഗ്രനായിട്ടുണ്ട്. ഡിവോഷണൽ റൗണ്ട് ഞാൻ സത്യം പറയാലോ, നമ്മുടെ രാകേഷ് ഇങ്ങനെ ഒരു റൗണ്ട് വെച്ചപ്പോഴത്തേക്കും അത് എത്രമാത്രം ആസ്വദിക്കാൻ പറ്റുമോ, കാരണം എങ്ങനെ എല്ലാ പാട്ടുകളും നമുക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചില പൈശാചിക ചിന്തകൾ വന്നിരുന്നു. അല്ല, അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് പിശാചിന്റെ പ്രവർത്തനമാണല്ലോ, അത് എന്റെ ഉള്ളിലും വന്നു. പക്ഷേ അതൊക്കെ വെറും എന്റെ തെറ്റായ ധാരണയാന്ന് തിരുത്തി എഴുതുകയായിരുന്നു നമ്മുടെ കാലം. അത് നമ്മുടെ കുട്ടികളുടെ പാട്ടിലൂടെ, നമ്മുടെ 12K വിസ്താരയിലൂടെ ഒരു ഡിവൈൻ സംഭവം ഭയങ്കരമായിട്ട് കൂടിക്കൂടി വന്നോണ്ടിരിക്കുക. എന്തായാലും കലക്കി. നമുക്ക് ഇത്ര ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകരും ഇത് ഇരു കൈ നീട്ടി സ്വീകരിക്കുന്നുള്ളതിൽ ഒരു സംശയം. അതാണ് പറഞ്ഞത്. സെബക്കുട്ടി ഇപ്പോഴാ മറന്നുപോയ ഒരു വരിയിൽ എന്തിനാ ചക്കര നിക്കുന്നേ? നിന്റെ ബാക്കി പാട്ടിൽ മൊത്തം അത്ര രസമായിട്ട് എനർജിക്കും ആ പവറും ആ ഫീലും ആ ദൈവികത എല്ലാം നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ലേ? ഇച്ചിരിയൊക്കെ ഒരു തെറ്റ് വരാം. കുറെ പേർക്ക് സംശയമുണ്ട്, ഇവിടെ പിള്ളേർ ഇങ്ങനെ പാടുവോ, ഈ റെക്കോർഡ് ഇട്ട പോലെ ഇങ്ങനെ പാടുവോ, ചിലപ്പോ റീടേക്ക് എടുക്കുന്നതാണോ, ഇവർ റിഹേഴ്സൽ ഇങ്ങനെ ഇതെന്ത് ഇങ്ങനെയൊക്കെ പറ്റുമോ, പിള്ളേരല്ലേ അവർക്കൊക്കെ പറ്റുമോ, അവർക്ക് തെറ്റും പറ്റും എന്നൊക്കെ ഇച്ചിരിയൊക്കെ കാണിക്കാം. ചക്കര കലക്കിടാം. ഓൾ ദി ബെസ്റ്റ്. So today we are giving you 98 out of 100. ആറ്റുകാൽ പൂക്കുട്ടി. സെബക്കുട്ടി, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. ബൈ.